വീണ്ടും വേനൽ അവധിയിലേക്ക് കടന്നു കഴിഞ്ഞു കുഞ്ഞുങ്ങളെല്ലാം. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾ കൂടി അവസാനിച്ചിരിക്കുകയാണ്. ബയോളജി പരീക്ഷയോടെയാണ് പരീക്ഷകൾ പൂർത്തിയായത്. പരീക്ഷ കഴിഞ്ഞ സന്തോഷത്തിനൊപ്പം തന്നെ കൂട്ടുകാരോട് വിട പറയേണ്ടി വരുന്നതിന്റെ ദുഃഖവും വിദ്യാർത്ഥികളുടെ മുഖത്ത് ഇന്ന് നമ്മൾ കണ്ടു. കോഴിക്കോട്ട് നിന്ന് ശരത് SS തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. കഴിഞ്ഞ ഒരു മാസം നീണ്ട SSLC പരീക്ഷയ്ക്ക് ഇതാ അവസാനം കുറിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളൊക്കെ തന്നെ വലിയ സന്തോഷത്തിലും ആത്മവിശ്വാസത്തിലുമാണ്. നമുക്കറിയാം കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം നിരവധി വിദ്യാർത്ഥികൾ ഇത്തവണ പരീക്ഷ എഴുതിയിട്ടുണ്ട്. എന്താ ഹാപ്പി അല്ലേ പരീക്ഷയൊക്കെ? ഈ പറഞ്ഞ വിദ്യാർത്ഥികൾ വളരെ സന്തോഷത്തിലാണ്. വിചാരിച്ചതൊക്കെ തന്നെ പരീക്ഷയ്ക്ക് എഴുതാൻ കഴിഞ്ഞു എന്ന പ്രതീക്ഷ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ആഘോഷങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? ഏതായിരുന്നു എളുപ്പം? ബയോളജി. മറ്റു വിഷയങ്ങളൊക്കെ ഒന്ന് പരീക്ഷ കഴിഞ്ഞതിൽ സന്തോഷം. മറ്റ് ഈ വിദ്യാർത്ഥികളെ മിസ് ചെയ്യുന്നതിൻ്റെ, അതായത് അവരുടെ അധ്യയന വർഷം പൂർത്തിയാകുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ മിസ് ചെയ്യുന്നതിൻ്റെ സങ്കടമുണ്ട്. അതിൻ്റെ ആ സന്തോഷമൊക്കെ തന്നെ അവർ പരസ്പരം പങ്കുവെച്ചുള്ള ആഘോഷങ്ങളിലേക്ക് തന്നെ കടന്നു. എങ്ങനെയായിരുന്നു പരീക്ഷ? ഈസി ആയിട്ട്? ഒരേപോലെ ആയിരുന്നു. ഏതായിരുന്നു ഫിസിക്സ്? എളുപ്പമായിരുന്നു. ടഫ് ഏതായിരുന്നു? മാത്സ്. മറ്റു പരീക്ഷയൊക്കെ എളുപ്പമായിരുന്നു. പൊതുവിൽ പരീക്ഷ ടീച്ചറാണോ? ഞാൻ ഇവിടുത്തെ ടീച്ചർ രക്ഷിതാവാണ്. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പരീക്ഷയെ കുറിച്ച് എങ്ങനെ പറഞ്ഞു? കുഴപ്പമില്ല. ഇപ്രാവശ്യം സിലബസ് പുതിയ പാഠ്യപദ്ധതി അല്ലേ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു മാറ്റം കൂടെ വന്നപ്പോൾ കുട്ടിക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ എന്നാലും സോഷ്യലും കെമിസ്ട്രിയും ഇംഗ്ലീഷും ഈ 3 സബ്ജക്റ്റ് ഇല്ലാതുകൊണ്ട് വേറൊന്നും അത്ര വലിയ കുഴപ്പിച്ചിട്ടുണ്ടാവില്ല. മക്കൾ പരീക്ഷയെ കുറിച്ച് എങ്ങനെ പറഞ്ഞു? നല്ല തന്നെ, പക്ഷേ സോഷ്യൽ സയൻസ് ഒക്കെ ടഫ് ആയിരുന്നു. എളുപ്പമായിരുന്നു. പൊതുവേ അങ്ങനെ ചോദിച്ചാൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. എളുപ്പം എന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടൊന്നും. സിലബസ് മാറിയ കൺഫ്യൂഷൻ ഒക്കെ നല്ല ടഫാണ് സിലബസ് മാറിയത്. അതന്നെ, സോഷ്യലിന് മക്കൾ നല്ലോണം പഠിച്ചതൊന്നും അല്ല വന്നത്. ഇന്ന് ബയോളജീൻ്റെ പേപ്പർ ഞാൻ കണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഈസി ആണെന്നാണ് പറയുന്നത്. മകൾ നന്നായിട്ട് എഴുതിയെന്ന് പറഞ്ഞു. അപ്പം ഈസി ആയിരുന്നു എന്ന് പറഞ്ഞു. ചില സബ്ജക്റ്റുകൾ കുറച്ച് ടഫായിരുന്നു. എന്തായാലും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ വലിയ സന്തോഷത്തിലാണ്. പരീക്ഷ അവസാനിച്ചിരിക്കുന്നത്. ഒരു മാസത്തെ കഠിനാധ്വാനമാണ്. കഴിഞ്ഞ ഈ മാസം 5-ാം തീയതിയാണ് പരീക്ഷ ആരംഭിച്ചത്. 30, അതായത് 25 ദിവസം വിദ്യാർത്ഥികൾ കഠിനമായി പഠനം ഒക്കെ തന്നെ നടത്തി പരീക്ഷ എഴുതി. അത് അവസാനിച്ചിരിക്കുന്നു. എന്തായാലും വലിയ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെയുള്ളത്. ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ ശരത് SS, റിപ്പോർട്ടർ കോഴിക്കോട്.